എന്റെ കുഞ്ഞെ, സങ്കീർത്തനം 23 എന്റെ അധരങ്ങളാൽ നിനക്കു വേണ്ടിയുള്ള ഒരു വ്യക്തിപരമായ സ്നേഹലേഖനമാണ്. അതിലൂടെ ഞാൻ നിന്റെ ജീവിതത്തിലുള്ള എന്റെ കരുതലിനെ പ്രഖ്യാപിക്കുന്നു. ഭാഗം 1. എന്റെ വചനവും എന്റെ കരുതലും. യഹോവ എന്റെ ഇടയൻ, എനിക്ക് കുറവില്ല. ദാവീദ് ഇവിടെ ഒരു പദവി പറയുകയല്ല, ഒരു ബന്ധം പ്രഖ്യാപിക്കുകയാണ്. ഒരു ഇടയന്റെ ഹൃദയം വാത്സല്യം നിറഞ്ഞതാണ്, എപ്പോഴും ജാഗ്രതയുള്ളതും സംരക്ഷണം നൽകുന്നതുമാണ്. ഞാനാണ് നിന്റെ ഇടയൻ എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതം എൻ്റെ ദിവ്യ സംരക്ഷണത്തിൻ്റെ കീഴിലാണ് എന്നർത്ഥമാക്കുന്നു. ഞാൻ വെറുതെ നിന്നെ നോക്കുകയല്ല, നിന്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഞാൻ സജീവമായി ഇടപെടുകയാണ്. എനിക്ക് കുറവില്ല എന്നതിൻ്റെ അർത്ഥമിതാണ്. ഞാനാണ് നിന്റെ ഇടയനെങ്കിൽ നിനക്ക് ശരിക്കും നല്ലതല്ലാത്ത ഒന്നിനും കുറവുണ്ടാവില്ല. നിനക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്കറിയാം. എൻ്റെ അനന്തമായ ജ്ഞാനത്തിനും സ്നേഹത്തിനുമനുസരിച്ച് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഞാനത് നൽകും. സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഉറപ്പ്. ഞാൻ നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥമായ ജലാശയങ്ങളിലേക്കും നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് സമൃദ്ധിയെയും കരുതലിനെയും പ്രതീകപ്പെടുത്തുന്നു. ഇവിടെ ഭയമോ ആകാംക്ഷയോ ഇല്ലാതെ നിനക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാം. സ്വസ്ഥമായ ജലാശയങ്ങൾ നിന്റെ അസ്വസ്ഥമായ ആത്മാവിനെ ശാന്തമാക്കുന്ന മനഃശാന്തിയെയും സൂചിപ്പിക്കുന്നു. നിന്റെ ആത്മാവ് തകരുമ്പോൾ ഞാൻ ഉപരിതലത്തെ മാത്രമല്ല പുനഃസ്ഥാപിക്കുന്നത്, നിന്റെ ആത്മാവിനെ അകത്തുനിന്ന് ഞാൻ സൗഖ്യമാക്കുന്നു. നീ തകർന്നതായി തോന്നിയാലും ഞാൻ നിന്റെ ശക്തിയെ പുതുക്കുകയും നിന്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ മുറിവുകളെ സൗഖ്യമാക്കുകയും ചെയ്യും. ഇരുളടഞ്ഞ താഴ്വരകളിലെ സംരക്ഷണം. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ നീ നടന്നാലും ഭയം നിന്നെ കീഴടക്കേണ്ടതില്ല. ഈ താഴ്വര താൽക്കാലികമായ വെല്ലുവിളിയുടെ കാലഘട്ടമാണ്. നീ ഒറ്റക്കല്ല. എൻ്റെ വടിയും കോലും എൻ്റെ സംരക്ഷണത്തെയും വഴികാട്ടലിനെയും പ്രതീകപ്പെടുത്തുന്നു. ശത്രുക്കളുടെ മുൻപിലെ വിജയം. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ നീ എനിക്കായി ഒരു മേശ ഒരുക്കുന്നു. ഇത് വെറും കരുതലിനെക്കുറിച്ചല്ല. നിനക്ക് ദോഷം ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ഞാൻ നിന്നെ പരസ്യമായി അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ്. ഞാൻ നിന്റെ തലയെ എണ്ണയാൽ അഭിഷേകം ചെയ്യുന്നു. എൻ്റെ അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അടയാളമാണത്. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എൻ്റെ കൈകളിൽ നിന്ന് ആവശ്യത്തിന് മാത്രമല്ല, കവിഞ്ഞൊഴുകുന്ന സന്തോഷവും സമാധാനവും നിനക്കുണ്ട്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. എൻ്റെ നന്മയും കരുണയും നിഷ്ക്രിയമായ ഗുണങ്ങളല്ല, അവ സന്തോഷത്തിലും സങ്കടത്തിലും നിന്നെ സജീവമായി പിന്തുടരുന്നു. ഈ ജീവിതത്തിനപ്പുറം നിനക്ക് എൻ്റെ വീട്ടിൽ നിത്യമായ സമാധാനവും സ്നേഹവുമുണ്ട്. ഭാഗം 2. ഇടയൻ്റെ അനുഗ്രഹ പ്രഖ്യാപനം. ഇപ്പോൾ എൻ്റെ ഈ വചനങ്ങളെ നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാനാണ് നിന്റെ നല്ല ഇടയൻ. നീ ബലഹീനനാകുമ്പോൾ ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ ചുമക്കും. നീ ഒറ്റയ്ക്ക് പോരാടാൻ ഞാൻ നിന്നെ വിട്ടുകളയില്ല. ഞാൻ നിന്റെ ഹൃദയത്തെ പുതുക്കുകയും നിനക്ക് ശക്തി നൽകുകയും ചെയ്യും. ഞാൻ ഇടപെടുന്നു. ഈ ജീവിതത്തിലെ പോരാട്ടങ്ങളാൽ നീ ക്ഷീണിച്ചു പോകുമ്പോൾ നിന്റെ ചുമതലകളുടെ ഭാരം, നിരാശയുടെ വേദന, മുന്നോട്ടുള്ള വഴിയിലെ അനിശ്ചിതത്വം, ഇതെല്ലാം ഞാൻ കാണുന്നു. എൻ്റെ സാന്നിധ്യം നിന്നെ പുതുക്കട്ടെ. ഞാൻ നിന്റെ ജീവിതത്തിൽ എൻ്റെ അഭിഷേകം ചൊരിയുന്നു. നിന്റെ ഹൃദയത്തിൽ സൗഖ്യവും മനസ്സിൽ വ്യക്തതയും ഉണ്ടാകട്ടെ. നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ടവർക്കുമേലും എൻ്റെ പുനഃസ്ഥാപിക്കുന്ന കരമുണ്ടാകട്ടെ. കുഴപ്പമുള്ളിടത്ത് സമാധാനവും ദുഃഖമുള്ളിടത്ത് സന്തോഷവും എൻ്റെ സാന്നിധ്യം നൽകട്ടെ. വിനയത്തിൽ ഞാൻ നിന്നെ കാക്കും. ജീവിതം എളുപ്പമാകുമ്പോൾ നീ എന്നെ നിസ്സാരമായി കാണാതിരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. എല്ലാം നന്നായി നടക്കുമ്പോഴും നീ വിനയമുള്ളവനായിരിക്കുക. സമൃദ്ധിയിലും കുറവിലും നിനക്ക് എന്നെ ആവശ്യമുണ്ട് എന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കും. പോരാടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ശാരീരിക വേദനകളാലും വൈകാരിക മുറിവുകളാലും ജീവിതഭാരത്താലും കഷ്ടപ്പെടുന്നവരെ ഞാൻ ഉയർത്തുന്നു. നിരാശയുടെ വക്കിലുള്ളവർക്കായി ഞാൻ ഇടപെടുന്നു. ഞാൻ അവരുടെ ശക്തിയെ പുതുക്കുകയും പ്രത്യാശയെ പുനഃസ്ഥാപിക്കുകയും എന്നോടുള്ള സ്നേഹത്തെ വീണ്ടും ജ്വലിപ്പിക്കുകയും ചെയ്യും. അവർ ഒറ്റക്കല്ല, ഞാനാണ് അവരുടെ ഇടയൻ. ഞാൻ അവർക്ക് വേണ്ടി ഒരു വഴി തുറക്കും. എന്നെ വിശ്വസിച്ച നിനക്കുവേണ്ടി ഞാൻ വഴി തുറന്നതുപോലെ. എൻ്റെ സംരക്ഷണത്തിൻ്റെ ഉറപ്പ്. ഞാൻ നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും വിശ്വസ്തനാണ്. നിന്നേക്കാൾ നന്നായി എനിക്ക് നിന്നെ അറിയാം. നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വാക്കുകളിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് ഏറ്റവും നല്ലത് എനിക്കറിയാം. ശത്രുവിൻ്റെ ആക്രമണങ്ങളെ നീ നേരിടുമ്പോൾ നീ ഒറ്റയ്ക്ക് പോരാടേണ്ട. ഞാൻ നിനക്കും അപകടത്തിനും ഇടയിൽ നിൽക്കുന്നു. ഓരോ പരിശോധനകളിലൂടെയും
ഞാൻ നിന്നെ സംരക്ഷിക്കുകയും വഴികാട്ടുകയും ചെയ്യും. ആ താഴ്വരകൾ നിന്റെ അവസാന ലക്ഷ്യമല്ല, അവ താൽക്കാലിക കാലഘട്ടങ്ങളാണ്. നീ പേടിക്കേണ്ട, കാരണം ഞാൻ നിന്നോടൊപ്പമുണ്ട്. എന്റെ കുഞ്ഞെ, നീ സുരക്ഷിതനാണ്. ഞാൻ നിന്റെ ദാതാവും സംരക്ഷകനും വഴികാട്ടിയുമാകുന്നു. അവസാന പ്രഖ്യാപനം. ഞാൻ നിന്റെ തലയെ എണ്ണയാൽ അഭിഷേകം ചെയ്യുന്നു, നിന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എന്റെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടരും. നീ എവിടെ പോയാലും ഞാൻ നിന്നെ നയിക്കും. ഞാൻ നിന്നെ വിനയത്തിൽ സൂക്ഷിക്കും. നീ വിശ്രമവും പുതുക്കവും കണ്ടെത്തേണ്ട സ്വസ്ഥമായ ജലാശയങ്ങളുടെ അടുത്തേക്ക് ഞാൻ നിന്നെ നടത്തും. എന്റെ വാഗ്ദാനങ്ങൾ നിന്റെ കൂടെയുള്ളതിനാൽ നിനക്ക് ധൈര്യത്തോടെയും ഭയമില്ലാതെയും ഓരോ ദിവസവും നേരിടാൻ കഴിയും. നീ വിശ്രമത്തിലും പുനഃസ്ഥാപനത്തിലുമുള്ള സ്ഥലങ്ങളിലേക്ക് നിന്നെ ഞാൻ നയിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം പ്രാർത്ഥിച്ച ഈ അനുഗ്രഹങ്ങൾ എന്റെ നാമത്തിൽ ഇപ്പോൾ നിന്റെ മേൽ വരുന്നു. ആമേൻ.